പെസഹ പാസ് ഓവർ പാർട്ട് 2 കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പെസഹയിൽ യഹൂദന്മാർ 4 കപ്പുകൾ ഉപയോഗിക്കും. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് ഈ ദിവസം പറയാമെന്ന്. നമ്മൾ പെസഹയെക്കുറിച്ച് പറയുമ്പം കർത്താവാണ് പെസഹ കുഞ്ഞാടായിട്ട് കടന്നു വന്നു. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നുണ്ട് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാട്. അപ്പോൾ ഇസ്രായേൽ ജനത ആടുകളെ, ഒരാടിനെ ഓരോ കുടുംബത്തിനെ വെച്ച് മിസ്രൈമിൽ വെച്ച് അറുത്തിട്ട് അതിൻ്റെ ചോര കട്ടിലപ്പടിയിലും ഉമ്മരപ്പടിയിലും വെച്ചപ്പോൾ സംഹാരദൂതൻ കടന്നു വന്നത് പാസ് ഓവർ ചെയ്തു. അതുകൊണ്ട് മരണം അവരുടെ വീട്ടിൽ വന്നില്ല, മിസ്രൈമിൽ വന്നു. അങ്ങനെ ഇസ്രായേൽ ജനതയെ വിടുവിച്ച കഥ എല്ലാവർക്കും അറിയാം. അപ്പം വിശുദ്ധ രക്തത്തിലല്ലോ ജീവനുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ വിശുദ്ധ രക്തം ചൊരിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ വിശുദ്ധ രക്തം മൃഗങ്ങളുടെ അല്ല, പകരമോ എന്നേക്കുമായിട്ട് കടന്നു വന്ന പുത്രൻ തമ്പുരാൻ്റെ ക്രിസ്തുവിൻ്റെ കുഞ്ഞാടാകുന്ന പിതാവാം ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് കുഞ്ഞാടാകുന്ന ക്രിസ്തുവിൻ്റെ രക്തം അത് ചൊരിഞ്ഞത് കട്ടിലപ്പടി ഉമ്മരപ്പടിയിലും വെക്കുമ്പോൾ, അല്ലെ നമുക്ക് ചിഹ്നമിട്ട് കഴിയുമ്പോൾ സംഹാരദൂതൻ നമ്മളെ തൊടുകയില്ല. അങ്ങനെയാണ് മരണത്തിൽ നമുക്കൊരു വലിയ എന്നാൽ നിത്യമായ മരണത്തിൽ നിന്ന് നമുക്കൊരു വിടുതലാണ്. അപ്പോൾ ഈ 4 കപ്പ് എന്താണ്. അപ്പം ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിന് കഴിഞ്ഞ ദിവസം ലൂക്കോസിൻ്റെ അടുത്ത് ഞാൻ, പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13 പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു. യേശുവിനറിയാം. ഇതൊക്കെ നമ്മൾ കാണുന്ന പോലെ അല്ല യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുന്തോറും നമുക്ക് ദൈവത്തോടുള്ള വിശുദ്ധ സ്നേഹം വർദ്ധിക്കും. കർത്താവിനറിയാം എൻ്റെ സമയമായി. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഇതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു. അവസാനത്തോളം അവനെ സ്നേഹിച്ചു. ഈ ലോകത്തിൽ അവസാനത്തോളം വരെ ഒരാൾ സ്നേഹിക്കുന്നു പറയാനുണ്ട്. സ്വന്തം ഭർത്താവ് അവസാനത്തോളം സ്നേഹിക്കും. അപ്പനമ്മമാർ, മക്കൾ പ്രയാസം വരുമ്പോൾ സ്നേഹിക്കുമോ? കൂടെ നിൽക്കുന്ന ഇല്ല. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ് സിറ്റുവേഷൻ നല്ലതാണ്, പക്ഷെ അതർവൈസ് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് എഴുതിക്കുന്നത് ദൈവം തൻ്റെ ശിഷ്യന്മാരെ ഈവൻ യൂദയെ പോലും അവസാനത്തോളം സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് പെസഹ കുഞ്ഞ്. അതുകൊണ്ട് എനിക്ക് ഒരു ബലം എന്തുവാ, എൻ്റെ ബലഹീനതകൾ എന്താണെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എന്നെ അവസാനത്തോളം സ്നേഹിച്ച് പിതാവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി ചുളുക്കം എല്ലാം മാറ്റി എന്നെ വിശുദ്ധമാക്കി ദൈവസന്നിധി നിർത്തും എന്നുള്ള ഒരു വലിയ ഒരു സത്യം നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അകത്തെന്തൊരു ബലമാണെന്നറിയാമോ? അത് പുറമേ അല്ല കാണുന്ന അകത്തെ ബലം. ആ ബലം നമുക്കുണ്ടാകണം. ദൈവത്തിന് ഇതാരെയും കാണിക്കാനല്ല, നമ്മളും ദൈവവുമായിട്ടുള്ള. അപ്പോൾ കർത്താവ് ഈ പെസഹായ്ക്കകത്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ അതിനടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതും. പത്രോസ് പറയുന്നു എൻ്റെ കാല് കഴുകണ്ട, എന്നെ കഴുകണ്ടെന്ന് ദൈവം പറഞ്ഞു. ഞാൻ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ഒന്നുമില്ല. ഒരു ഭാഗം വായിക്കാം. എന്താ, നീ ഒരു നാൾ എൻ്റെ കാൽ കഴുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അപ്പോൾ യേശു കഴുകാതെ ഒരു മനുഷ്യന് യേശുവിൻ്റെ അടുക്കൽ വരുന്നില്ല. കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അവനൊരു കഴുകൽ, അവൻ്റെ രക്തം കൊണ്ടും വെള്ളം കൊണ്ടും നമ്മളെ കഴുകിയവരാണ്. അന്നേരം പത്രോസ് പറഞ്ഞാൽ പിന്നെ എൻ്റെ കാലല്ല തലയും കൂടെ കഴുകിക്കോളാം, കാലും തലയും കഴുകാം. അപ്പോൾ യേശു പറഞ്ഞ് കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എല്ലാവരും അല്ലതാനും. അവിടെ യൂദ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു കഴുകാന്ന് പറഞ്ഞാൽ സിംബോളിക്കലി ഈസ് വാഷിങ് us every day with his blood and water. നമ്മളെ കഴുകി ശുദ്ധീകരിച്ചത് കൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് പിതാവിന് മുമ്പിൽ നിൽക്കാൻ ഒക്കുന്നത്. അല്ലെ നമുക്ക് നിൽക്കാനൊക്കത്തില്ല. 4 കപ്പുകൾ represents certain things in the Bible. The 4 cups of wine. Jesus the Messiah in the 4 cups of Passover. Passover പെസഹായ്ക്കകത്ത് 4 കപ്പ് വെക്കുന്നത് ക്രിസ്തുവിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ. അതുകൊണ്ടാണ് യഹൂദന്മാർ 4 കപ്പ് വെക്കും. അത് 3 കപ്പ്, 3-ാം കപ്പ് വരെ യേശു കുടിച്ചുള്ളൂ, 4-ാമത്തെ കപ്പ് കുടിച്ചില്ല. ഞാൻ ഇനിയും നിങ്ങളുമായിട്ട് ചേരുന്നിടം വരെ ഇനി ഈ വീഞ്ഞ് കുടിക്കത്തില്ല എന്ന് പറഞ്ഞ് 4-ാമത്തെ കപ്പ് കുടിക്കുന്നില്ല. നമുക്കെടുക്കാം ആ ഭാഗം. അത് ഏതിനെ ഒന്ന് കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണമാണ്. 2 കപ്പ് ഓഫ് ഡെലിവറൻസ്. 3 കപ്പ് ഓഫ് റിഡംഷൻ. 4 കപ്പ് ഓഫ് പ്രൈസ്. അതായത് അതിലേക്ക് കടന്നു വരാം. 1 കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണം. ഇത് എവിടുന്നാണ് എടുക്കുന്നത്? പഴയ നിയമത്തിൽ നമ്മൾ പുറപ്പാടിനകത്ത് 6-ാം അധ്യായത്തിൽ 2 തൊട്ട് 9 വരെയുള്ള വാക്യം.
പുറപ്പാട് എക്സോഡസ് 6:2 തൊട്ട് 9 വരെയുള്ള വാക്യം വളരെ പ്രധാനമാണ്. അത് എളുപ്പം ഞാൻ വായിക്കാം. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിനും സർവ്വശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. യഹോവ എന്ന നാമം, യഹ്വേ എന്നുള്ള നാമം മോശയ്ക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. ദൈവം പറയാണ് ഞാൻ അവർക്ക് കനാൻ ദേശം കൊടുക്കുമെന്ന്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് തെറ്റുപറ്റത്തില്ല. ആളുകൾ എന്തൊക്കെ കാണിച്ചാലും ദൈവം പറഞ്ഞത് തന്നെ നടക്കും. മിസ്രയീമ്യർ അടിമകളായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ട് എൻ്റെ നിയമം ഓർത്തിരിക്കുന്നു. ദൈവം തൻ്റെ നിയമം തന്നെത്താനെ ഓർക്കുക. അതുകൊണ്ടാണ് ദ കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ നിയമം ഓർത്തിട്ട് ഞാൻ എൻ്റെ മക്കളെ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. അവർ ശുദ്ധീകരിച്ചിട്ടോന്ന് ചോദിച്ചാൽ ഫിസിക്കൽ റെലവിൽ ഒന്നും മാറ്റമൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. പക്ഷേ എൻ്റെ കണ്ണിൽ എനിക്ക് ശുദ്ധീകരിക്കപ്പെട്ട മക്കളാണ്. അവർ ശുദ്ധിയുള്ളവരായിട്ട് ഞാൻ അവരെ, അതാണ് കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. അത് ഈ പുറപ്പാടിൻ്റെ 6 തൊട്ടുള്ള വാക്യം നമ്മൾ വായിച്ചിട്ട് ഇത് കേൾക്കണം. ഞാൻ എൻ്റെ നിയമം ഓർത്തിരിക്കുന്നു, അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടെന്നാൽ ഞാൻ യഹോവ ആകുന്നു. യഹോവ എന്നുള്ള പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ, അതാണ് രണ്ടാമത്തെ. ഒന്നാമത്തെ വിശുദ്ധീകരിക്കുകയാണ്. ഐ വിൽ ബ്രിങ് യു ഔട്ട് ഫ്രം ദ ബർഡൻ ഓഫ് ഈജിപ്റ്റിൻ്റെ മിസ്രയീമിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കാൻ കാരണം ഞാൻ എൻ്റെ നിയമം ഓർത്തു. നിങ്ങൾ എൻ്റെ മക്കളായിട്ട് ഞാൻ കാണുകയാണ്. അതാണ് സാങ്ക്ടിഫിക്കേഷൻ മീൻസ് ശുദ്ധീകരിക്കുകയാണ്. ശുദ്ധീകരണം എന്ന് വെച്ചാൽ എൻ്റെ പേരിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ശുദ്ധീകരണം നടക്കുകയാണ്. അത് രണ്ടാമത്തെ പോയിന്റ് വരുന്നത് കപ്പ് ഓഫ് ഡെലിവറൻസ്, വിടുതൽ. ഞാൻ നിങ്ങളെ വിടുവിക്കും. ഞാൻ മിസ്രയീമ്യരുടെ ഊഴിയവൻ, നിന്നീ കഷ്ടപ്പെടുന്ന ഈ ജോലിയിൽ നിന്ന് ഞാൻ നിന്നെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കലാണ് അവിടെ രണ്ടാമത്തെ പോയിന്റ്. അതുകൊണ്ടാണ് ദ കപ്പ് ഓഫ് ഡെലിവറൻസ്. ഐ വിൽ റെസ്ക്യൂ യു ഫ്രം ദ ബോണ്ടേജ്, ഞാൻ നിന്നെ വിടുവിക്കുന്നു പറയുന്നത്. മറ്റേത് മൂന്നാമത്തേത് ദ കപ്പ് ഓഫ് റിഡംഷൻ, ഞാനാണ് വീണ്ടെടുക്കുന്നത്. അപ്പം വിടുവിക്കുക തന്നെയല്ല, ഞാൻ വീണ്ടെടുക്കുകയാണ്, എൻ്റേതാക്കി മാറ്റുകയാണ്. ഇതൊക്കെ നമ്മൾ ആ ഓരോ വാക്കും, ദൈവത്തിൻ്റെ ഓരോ വാക്കിനും പ്രത്യേകതയുണ്ട്. കർത്താവിന് ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കി, അതിനു മുമ്പ് നീട്ടിയിരിക്കുന്ന എൻ്റെ ഭുജം കൊണ്ട് മഹാശിക്ഷാവിധിയിൽ നിന്നും നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും. എന്നതാ മഹാശിക്ഷാവിധിയിൽ നിന്നും, അതായത് എന്നേക്കും അകന്ന് നിൽക്കുന്ന നിങ്ങളെ ഞാൻ എൻ്റേതാക്കി വീണ്ടെടുക്കുകയാണ്. ആ വീണ്ടെടുപ്പ് നടക്കുന്നു. അത് ആദ്യം ഒരു വിടുതൽ നടക്കുന്നു. പിന്നെ എൻ്റെ നിയമം ഓർത്തിട്ട് ഞാൻ നിങ്ങളെ ശുദ്ധീകരിച്ച് സാങ്ക്ടിഫൈ ചെയ്തിട്ട് എൻ്റേതാക്കി മാറ്റുക. ഈ മൂന്നിനെ റെപ്രസെൻ്റ് ചെയ്യാൻ 3 കപ്പുകൾ അവിടെ വെച്ചിട്ടുണ്ട്. നാലാമത്തെ കപ്പെന്ന് പറയുന്നത്, പറയുന്നു ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. എന്നിട്ട് പിന്നെ പറയാണ്, അതാണ് നാലാമത്തെ, ദ കപ്പ് ഓഫ് പ്രൈസ്. ഐ വിൽ ടേക്ക് യു ആസ് മൈ പീപ്പിൾ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ എൻ്റെ മക്കളായിട്ട് കാണുമെന്ന്. ഇതിൽ എന്തെങ്കിലും അവർ വല്ലതും ചെയ്തു? ഇല്ല. ദൈവം തൻ്റെ നിയമം ഓർത്തു. അതാണ് ഈ പെസഹായ്ക്ക് ചെയ്തത്. അത് നിവൃത്തിയാക്കുകയാണ് അവിടെ. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 22 അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം, ലൂക്കോസാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്, അതന്നെ എടുക്കുക. 22:14 അങ്ങനെയാണ് കാണുന്നത്. 22 കർത്താവ് എത്ര ഭംഗിയായിട്ട് ഇത് പൂർത്തീകരിക്കുകയാണ്. കർത്താവ് പറയുന്നുണ്ട് ഇനി ഞാനിത് കുടിക്കത്തില്ല എന്ന്. ഏതാ നാലാമത്തെ കപ്പ്? കർത്താവ് പറയുന്നത് 22 പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്ന് മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നാലാമത്തെ കപ്പ് ഇപ്പം യേശു കുടിച്ചില്ല. അത് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. നമ്മൾ സ്വർഗത്തിൽ ദൈവവും പിതാവാം ദൈവവും പുത്രൻ ദൈവം നമ്മളുമായിട്ട് ഒന്നിച്ചുള്ള ഒരു വലിയ ഫീസ്റ്റുണ്ട്, മാരേജ് സപ്പർ എന്ന് പറയുന്നത്. അതുപോലെ ദൈവത്തോട് കൂടിയിരിക്കുന്ന അനുഭവം. എൻ്റെ ജനത എന്നോടുകൂടി ഇരുന്ന് അന്നേരം ഞാൻ വീഞ്ഞു കുടിക്കുന്ന നാലാമത്തെ കപ്പ്. എന്ത് മനോഹരമായിട്ടാണത്. ഓരോ ചടങ്ങിനകത്തും ഓരോ വലിയ സത്യങ്ങൾ. അത് പുറപ്പാടിൽ എഴുതി വെച്ചത് ഇവിടെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവ് പിന്നെ ഇനി വെളിപ്പാട് വരുമ്പോഴത് സംഭവിച്ച് കഴിയും, അത് വരാൻ പോകുന്നത്. അപ്പം വേദപുസ്തകത്തിൻ്റെ ആദ്യ താള് തൊട്ട് അവസാനം വരെ പരാമർശിക്കുന്ന ഒറ്റ വ്യക്തിയെക്കുറിച്ചാണ് യേശു, ദൈവത്തിൻ്റെ പുത്രനായി വന്ന യേശു.
ആ ക്രിസ്തുവിൻ്റെ പാസ് ഓവർ അല്ലേ പെസഹ. അതിൻ്റേതായിട്ട് പ്രാധാന്യം കൊടുക്കണം. ചില ഭവനങ്ങളിലൊക്കെ അത് അവർ ഭക്ഷണം ഉണ്ടാക്കും, പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കും. പള്ളികളിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ശുശ്രൂഷയുണ്ട്. ചിലർ ചെയ്യത്തില്ല, അവർക്ക് വേറെ വിശ്വാസം, അവർ വചനം കൊണ്ട് അവർ നിറയ്ക്കും. അത് വാട്ട് എവർ ഈസ് നീഡഡ്, സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഏത് മാധ്യമം ഉപയോഗിച്ചാലും അവിടെ ഇറങ്ങി വരും ദൈവം. നമ്മൾ സത്യത്തിൽ നിൽക്കണം. അതുകൊണ്ട് ഒരു സഭ വേറൊരു സഭയെ കുറ്റം പറയാതെ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുക, സത്യദൈവത്തെ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കുക. നമ്മുടെ അടുത്ത തലമുറ ഇപ്പം നമ്മൾ പറയൂ അടുത്ത തലമുറ നശിച്ചു, ദൈവം അവരെ കണ്ടാൽ ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരും. വേദപുസ്തകത്തിൽ നമ്മൾ പലയിടത്തും ഇപ്പോൾ ക്രിസ്തു മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചത് ഏകദേശം 300 വർഷത്തോളം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാത്ത ഒരു സമയം, ക്രിസ്ത്യാനിറ്റി നിന്ന് പോയോ എന്ന് ചിന്തിച്ച സമയത്ത് റിവൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കർത്താവിനറിയാം എന്താ ചെയ്യുന്നത്. അവനിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും പുതിയ നിയമത്തിൻ്റെ മക്കളായിട്ട് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കാനുള്ള ഈ പദവി ദൈവം നമുക്ക് തരികയാണ്. ഇതൊക്കെ ഇനി അടുത്ത ദിവസം ക്രൂശ് മരണത്തിലേക്ക് കർത്താവ് കയറുകയാണ്. കർത്താവിൻ്റെ മഹത്തരമായ ഒരു ശുശ്രൂഷയാണ് അത്. ഓരോ ശുശ്രൂഷയും ഈ ഒരു പാഷൻ വീക്കിലേത് അതിൻ്റെ പ്രാധാന്യത്തിൽ കാണണമെങ്കിൽ നമ്മൾ ഈ അല്പം കേൾക്കുന്നത് പോരാ. ഞാനീ പറയുന്ന വാഗ്ദത്തങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തു വായിച്ച് കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പഠിക്കണം. അപ്പച്ചൻ്റെ കാലെവിടെ വെച്ചിട്ടുണ്ടോ അവിടെ നമ്മൾ ഇപ്പോൾ വലിയ പ്രായമുള്ള അപ്പച്ചന്മാർ നടക്കുന്നുണ്ട്, കൊച്ചു പിള്ളേർ അവർ വെച്ച കാലത്ത് തന്നെ വെച്ച് നടക്കത്തില്ലേ. നമ്മളിപ്പം ബീച്ചിലൊക്കെ കളിക്കാൻ പോകുമ്പോൾ അപ്പൻ മുമ്പേ പോലെ അമ്മ പോയതിൻ്റെ പുറകെ പിള്ളേർ ആ ഫുട് സ്റ്റെപ്പിൽ നടന്നു പോകും. അങ്ങനെ നടക്കാൻ നമ്മൾ പഠിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മേലുള്ള വലിയതായ ശാപം, പാപം, മരണം, രോഗം ഇതെല്ലാം മാറ്റിവെച്ച് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ വീണ്ടും നിൻ്റെ മണവാട്ടികളാക്കി മാറ്റി നിന്നോടുകൂടെ ചേർന്ന് വസിക്കുന്ന ജനമാക്കി മാറ്റാൻ അവിടുന്ന് പെസഹായിക്ക് 4ാം കപ്പ് അവിടെ വെച്ചിരിക്കുക. കർത്താവേ, എത്ര മഹത്തരമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3 കപ്പ് ഇവിടെ വെച്ച് അപ്പച്ചൻ കുടിച്ചു. അത് 3ഉം ഓരോന്ന് കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, അതായത് വിശുദ്ധിയുടെ കപ്പ്, നമ്മളെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. 2 ഡെലിവറൻസ്, കർത്താവ് വിടുതൽ തന്നു. 3ാമത്തെ വീണ്ടെടുപ്പ്. ഇത് 3 കപ്പുകളും കർത്താവ് അന്നേരം കുടിച്ചെങ്കിലും 4ാമത്തെ കപ്പ് അപ്പച്ചൻ കുടിച്ചില്ല. അത് ഞങ്ങളുമായിട്ട് ഒന്നിച്ചിരുന്ന സന്ദർഭം, അപ്പനും അമ്മയും മക്കൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് അവർക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് ആഗ്രഹിച്ച് നോക്കിയിരിക്കുമ്പം അവർ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ്. അതല്ലേ കുടുംബത്തിൻ്റെ വലിയ ഭാഗ്യം, അതല്ലേ ഈ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ വലിയ സന്തോഷം, ഒന്നിച്ചൊന്ന് കൂടാനുണ്ട്. അതുതന്നെയല്ലേ സ്വർഗത്തിലും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ ആത്മീയമായ കണ്ണ് തുറപ്പിച്ച് ഞങ്ങൾ നീയുമായിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അനുഭവത്തിലേക്ക് ഇപ്പോൾ ആത്മാവിൽ ചെയ്യുന്നു. ഒരു കാലത്ത് ഞങ്ങൾ നീയുമായിട്ട് ഒന്നിച്ചിരിക്കും കർത്താവേ. അതിന് മുന്നോടിയായിട്ട് ഇതെല്ലാം ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളെ ഓർമ്മിപ്പിച്ച് വീണ്ടും ഞങ്ങളെ ഓർപ്പിക്കുന്ന സ്നേഹത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഈ ഒരാഴ്ച അതിവിശുദ്ധമായ നിൻ്റെ മഹത്വത്തിലേക്ക് കയറി വരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ നാഥൻ. അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.